നടന്നുപോയാൽ ഉമ്മമാരെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരു ഖുർആൻ പഠിച്ച ഹിഫ്ലാക്കിയ ഒരു ഹാഫിള് ഒരു ഖബർസ്ഥാന്റെ അരികിലൂടെ നടന്നു പോയാൽ ആ ഹാഫിളിന്റെ കാൽ ചവിട്ടടിയേറ്റ ഓരോ ചവിട്ടടിയുടെ എണ്ണം കണ്ട് പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു ഹാഫിളിന്റെ കാൽപാദങ്ങളുടെ എണ്ണം കണ്ട് അത്രയും വർഷം ആ ഖബറിൽ കിടക്കുന്ന ആളുകളെ അല്ലാഹു ശിക്ഷിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹാഫിളെങ്ങാനും നടന്നു പോയാൽ വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി അതിനനുസരിച്ച് ജീവിതം നയിക്കുന്ന ഒരു ഹാഫിള് ഒരു ഖബർസ്ഥാന്റെ അരികിലൂടെ നടന്നു പോയാൽ ആ ഖബർസ്ഥാന്റെ പരിധി വിട്ട് കിടക്കുന്നത് വരെ എത്ര കാൽപാദമാണോ എടുത്തു വെച്ചത്, എത്ര കാലമാണോ നടന്നു തീർത്തത്, അത്രയും വർഷം അല്ലാഹു ആ ഖബറിലുള്ളവർക്ക് അദാബ് കൊടുക്കില്ലെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ, നമ്മൾ പഠിപ്പിക്കുന്ന, നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന, നമ്മൾ സഹായിക്കുന്ന ദാറുൽ അൻവാർ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിന്റെ കീഴിൽ അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലൊരു സഹായം ചെയ്തിട്ട് ആ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഹാഫിളാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ നമുക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്താൽ, നമുക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്താൽ കിട്ടുന്ന നേട്ടം എത്രയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മുടെ മക്കള്, നമ്മുടെ രക്തത്തിൽ പിറന്ന, നമ്മുടെ ഉദരത്തിൽ കിടന്ന് വളർന്ന് പിറന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര സന്ദർഭങ്ങളുണ്ട്. സ്വന്തം മക്കൾ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര സന്ദർഭങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഉണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ മക്കൾ നടത്തേണ്ടുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതിനൊരു പ്രത്യേകമായൊരു വചനം പഠിപ്പിച്ചത്, വിശുദ്ധ ഖുർആൻ പഠനം നടത്തിയത്, പഠിപ്പിച്ചു തന്നത് മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്. അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി നടത്തേണ്ടുന്ന ഒരു പ്രാർത്ഥനയുടെ വചനം ഖുർആൻ പറഞ്ഞിട്ടില്ല. അല്ലേ? സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് പ്രാർത്ഥനകൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി നടത്തേണ്ടുന്ന പ്രാർത്ഥനയുടെ വചനം ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ